സ്പാർക്കുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ടെക്നിക്കൽ ഇഷ്യൂസ് പരിഹരിക്കാനായിട്ട് നമുക്ക് സ്പാർക്കിൻ്റെ തിരുവനന്തപുരം ഓഫീസിൽ നേരിട്ട് പോകാനായിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നതിനെ പറ്റിയൊരു വീഡിയോ ആണ്. നമുക്ക് പലതരം ഓപ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ നമ്മുടെ ഈ ലോഗിൻ പേജിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ നമുക്ക് ചാറ്റിൻ്റെ സിമ്പിളാണ് നീഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ ടിക്കറ്റ് എന്ന സംവിധാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോൺ നമ്പേഴ്സ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് സ്പാർക്കിൻ്റെ ഓഫീസിൽ നേരിട്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് പോകാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ DDO ലോഗിൻ വഴിയാണ് ചെയ്യുന്നത്. DDO ലോഗിൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ DDO ലോഗിൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇങ്ങനൊരു മെനുവിലേക്ക് വന്നിട്ട് നമുക്കിവിടെ ചെയ്യേണ്ടത് ഇവിടെ അഡ്മിനിസ്ട്രേഷനിൽ അപ്പോയിൻമെൻറ്റ് ഇൻ സ്പാർക്ക് PMU അതിൻ്റെ സബ്മെനുമായിട്ട് അപ്പോയിൻമെൻറ്റ് റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇത് ചെയ്യുക. നമുക്കിപ്പോൾ അപ്പോയിൻമെൻറ്റ് റിക്വസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ അപ്പോയിൻമെൻറ്റ് റിക്വസ്റ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ അപ്പോയിൻമെൻറ്റ് സ്പാർക്ക് PMU തിരുവനന്തപുരം, അതിൽ എംപ്ലോയർ പെൻ. ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ് സബോർഡിനേറ്റ് കാറ്റഗറിയിലുള്ള എല്ലാ ജീവനക്കാരെയും നമുക്ക് ഇതിനായിട്ട് സ്റ്റേറ്റ് സബോർഡിനേറ്റ് ആയാലും സ്റ്റേറ്റ് ഗസറ്റഡ് ആയാലും നമുക്ക് ജീവനക്കാർക്ക് ഇതിനകത്ത് കൊടുക്കാം. നമുക്ക് അതിന് തൊട്ട് താഴോട്ടുള്ള സ്റ്റേറ്റ് ലാസ്റ്റ് ഗ്രേഡ് സർവീസ് പാർട്ട് ടൈം സീപ്പർ അങ്ങനെയുള്ളവരെയൊന്നും നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ കഴിയില്ല. അപ്പം ആരാണോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ജീവനക്കാരൻ്റെ പെൻ ഇതിനകത്ത് കൊടുത്ത് നമുക്ക് ഇവിടെ ഗോ പറയുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു എംപ്ലോയിയുടെ പെൻ കൊടുത്തിട്ട് ഗോ പറയാം. ഞാനിവിടെ എംപ്ലോയിയുടെ പെൻ കൊടുത്തു, ഗോ പറയുകയാണ്. ഇവിടെ എംപ്ലോയിയുടെ പേര് കൊടുത്ത് ഗോ പറഞ്ഞു. നമുക്കിവിടെ എംപ്ലോയി ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പറൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു. തൊട്ട് താഴെയായിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റുന്നത് ഞാനിപ്പോൾ ഫെബ്രുവരി 2026 ആണ് ആ ഒരു മാസമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്നാണ് ലോഗിൻ ചെയ്യുന്നത് ആ ഡേറ്റ് ആ ഒരു മാസം തന്നെയായിരിക്കും ഇവിടെ വരിക. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ തൊട്ട് താഴെ നമുക്ക് ഏതൊക്കെ ഡേറ്റിൽ പോകാമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു 3, 4, 5, 6 ഇത്രയും ദിവസങ്ങളിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തൊട്ടടുത്ത ആഴ്ചയിലൊക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഞാനിപ്പോൾ ഇവിടെ 3-ാം തീയതിയാണ് പോകുന്നത്, ഇല്ലെങ്കിൽ 4-ാം തീയതി പോകുന്നത്. ഏത് ഡേറ്റാന്ന് വെച്ചാൽ നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ 4-ാം തീയതി സെലക്ട് ചെയ്യാണ്. അപ്പോൾ 4-ാം തീയതി സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് തൊട്ട് താഴെയായിട്ട് നമുക്ക് ടൈം സ്ലോട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ 4-ാം തീയതി സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് അവൈലബിൾ ആയിട്ട് രാവിലെ 9:30 തൊട്ട് 10:30 തൊട്ട് 11 ഇത്രയും ടൈം നമുക്ക് വൈകുന്നേരം 3:30 വരെയുള്ള ടൈമുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്പർ എത്ര പേര് ടിക്കറ്റ് ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളതെന്ന് ഇവിടെ കാണുന്നുണ്ട്. ഞാനിപ്പോൾ രാവിലെ പോകാനാണ് തീരുമാനമെങ്കിൽ രാവിലെ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്റ്റഡ് ആവും. അതിനുശേഷം നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മെയിൽ ID, തപാൽ റെഫറൻസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് പറയാം. അപ്പോൾ സബ്മിറ്റ് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മൊബൈലിലേക്ക് നമുക്കൊരു മെസ്സേജ് വരും. നിങ്ങൾക്ക് പോകാനായിട്ട് ആ ഒരു മെസ്സേജ് വെച്ചിട്ട് ആ ടൈമും കാര്യങ്ങളൊക്കെ ആ ഒരു മൊബൈലിലേക്ക് വരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് നേരിട്ട് സ്പാർക്കിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ പാളയത്ത് ഇറങ്ങിയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്താണ് ഈ ഒരു ഓഫീസുള്ളത്. അവിടെ നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു.